പിണറായി സർക്കാർ മൂന്നാം ഘട്ടത്തിലേക്ക് വരുമോ? അവസാനത്തെ ഇടതുപക്ഷ സർക്കാരായിരിക്കും ചരിത്രത്തിലെ കഴിഞ്ഞു തീർത്തും. വി രാജേഷ് ബീഫ് കഴിക്കുന്നുണ്ടോ? ഞാൻ ഉപയോഗിക്കാറില്ല ബീഫ്. അല്ല, ഇതൊക്കെ ജഡ്ജ് ചെയ്യാൻ കോൺഗ്രസ്സുകാരോട് ആരെങ്കിലും പറഞ്ഞു നിങ്ങൾ ഇതിലൊക്കെ മാർക്കിട്ടുണ്ട്? ഞാൻ ചാനൽ ചർച്ചയിൽ പറഞ്ഞത് 100% ശരിയാണ്. നരേന്ദ്രമോദി നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് ഒരു സ്ഥലത്തും 15 ലക്ഷം രൂപ നാളെ തരാമെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഉദ്ദേശിച്ച ആ ക്ലിപ്പിംഗ് ആണെങ്കിൽ ടോം അടക്കം തന്നെ പറഞ്ഞില്ല, രാജേഷ് പറഞ്ഞാണ് ശരി. എന്താ പറഞ്ഞത്? താങ്കൾ കേട്ടാണല്ലോ. ഞാൻ പറയാം. എന്താണ് ആ ഹിന്ദി പ്രസംഗത്തിൽ അത് എന്താ പറഞ്ഞത്? ഓരോരുത്തർക്കും 15 ലക്ഷം രൂപ കിട്ടുവാനുള്ള തുക പുറത്തുണ്ട്. ഈ സുരേഷ് ഗോപിയുടെ മീഡിയ സ്റ്റണ്ട് മാത്രമേ എത്തുന്നുള്ളൂ, അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? ഒരു മന്ത്രി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പത്രസമ്മേളനത്തിലോ മാധ്യമങ്ങളിലോ പുറത്തു വരണമെന്നില്ല. അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് മികച്ച സംഭാവന ചെയ്യുന്ന മന്ത്രിമാരിലൊരാളാണ് സുരേഷ് ഗോപി. നിങ്ങളൊക്കെ മാധ്യമങ്ങൾ വരുമ്പോൾ ആൾക്കാരെ മയക്കം പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇറിറ്റേറ്റ് ചെയ്യുന്ന സമയത്തുള്ള മാത്രം ശ്രദ്ധിക്കാം. കേരളം അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണല്ലോ ഇന്ന് തന്നെ ഒരു കള്ളക്കേസ് അവരെ കുടുക്കിയത്. അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കുമോ BJP-യുടെ ഒരു നീക്കം? നിങ്ങളുടെ മാധ്യമത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ലേ നിങ്ങൾ സംസാരിക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. എന്താ ചൂട്? അല്ല, എന്ത് ചൂട്? ഈ സമ്മർ കൂളാക്കൂ ഓക്സിജനോടൊപ്പം. ഏറ്റവും മികച്ച AC-കളുടെ ഏറ്റവും നല്ല ഓഫേഴ്സിന് വിസിറ്റ് ചെയ്യൂ ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്. ഒരുപക്ഷെ അത്ര എളുപ്പത്തിൽ കേരള രാഷ്ട്രീയത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു മാർക്കിംഗ് അത് സംഭവിച്ചിരിക്കുന്നു. തിരുവനന്തപുരം മേയർ വി രാജേഷിനോടൊപ്പമാണ് ഈ ഒരു സംഭാഷണം. നമസ്കാരം. VVR മേയറായി സ്ഥാനാരോഹണം ചെയ്തൊരു സമയത്ത് പിന്നെയും ഒരുപാട് സർക്കുലേറ്റ് ആയിട്ടുള്ളൊരു നികേഷ് കുമാറായിട്ടുള്ളൊരു വാർത്താ സംവാദത്തിൻ്റെ ഒരു ക്ലിപ്പ് വളരെയധികം വൈറലായിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെയും ഇത്രയധികം ട്രോൾ ചെയ്യപ്പെട്ട ഒരു BJP നേതാവ് ആ സമയത്ത് വേറെ ഇല്ല. അതൊരു അപമാനമായിട്ടോ അതൊരു സ്വയം സങ്കടമായിട്ടോ പേഴ്സണലായിട്ടുള്ള നിമിഷത്തിൽ പോലും അങ്ങനെയുള്ള ഈ പറഞ്ഞ പോലെ ട്രോളി തേച്ചൊട്ടിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണല്ലോ ഇത് പരക്കുന്നത്. അതിനങ്ങനെ ഏറ്റവും ഒരു സന്തോഷത്തോട് കൂടിയിട്ട് വാം ഹാർട്ടോട് കൂടിയിട്ട് അതിനെ വെൽക്കം ചെയ്യാൻ സാധിച്ചിരുന്നു. ഞാൻ അങ്ങനെ നമുക്കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാണ് നമ്മൾ എൻജോയ് ചെയ്യും. അല്ലാത്തതിൻ്റെയൊക്കെ ഇത് ആർക്ക് ഇതിൻ്റെയൊക്കെ പിറകെ കിടക്കാൻ സമയം? നമ്മൾ ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയ എല്ലാ ചാനലുകളും നമ്മൾ ഓരോ ദിവസം രാവിലെ ചെയ്യുന്നതിനൊക്കെ പൊഴുത്തി പറയുമെന്നോ വാഴ്ത്തിപ്പാടുമെന്നോ ഒന്നും വിശ്വസിച്ചിട്ടൊന്നും അല്ലല്ലോ ഇറങ്ങുന്നത്. നമ്മൾ ചെയ്യുന്നതിൽ ശരിയുണ്ട്. ഇപ്പോൾ ഒരു ഞാൻ ചാനൽ ചർച്ചയിൽ പറഞ്ഞത് 100% ശരിയാണ്. നരേന്ദ്രമോദി നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് ഒരു സ്ഥലത്തും 15 ലക്ഷം രൂപ നാളെ തരാമെന്ന് പറഞ്ഞിട്ടില്ല. അതിനുശേഷം നിങ്ങൾ ഉദ്ദേശിച്ച ആ ക്ലിപ്പിംഗ് ആണെങ്കിൽ ടോം അടക്കം തന്നെ പറഞ്ഞല്ലോ, രാജേഷ് പറഞ്ഞാണ് ശരി എന്ന് അദ്ദേഹം തന്നെ പിന്നെ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ്, ഒരിടത്തും പറഞ്ഞിട്ടില്ല. ആ ഹിന്ദി പ്രസംഗത്തിൽ അദ്ദേഹം എന്താ പറഞ്ഞത്? ഓരോരുത്തർക്കും 15 ലക്ഷം രൂപ കിട്ടുവാനുള്ള തുക പുറത്തുണ്ട് എന്നാണ് പറഞ്ഞത്. അല്ല ഞാൻ തരാമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. അത് ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ്. താങ്കൾ ഒന്നുകൂടെ കേട്ടോ മോഡിജിയുടെ അന്നത്തെ പ്രസംഗം. അല്ല, പക്ഷെ അല്ല, എനിക്കതിൽ ക്ലാരിഫിക്കേഷൻ അല്ല വേണ്ടത്. അതൊരു ട്രോളായി ഇങ്ങനെ പരക്കുമ്പോഴേ അതൊക്കെ വരും. അതിപ്പോൾ ഞാൻ അതാണ് സൂചിപ്പിച്ചത്. നമ്മൾ പൊതുപ്രവർത്തനം നടത്തുമ്പോഴേക്കും നമുക്ക് പലതരം ഇതൊന്നും ചെയ്യാതെ വീട്ടിൽ നിന്ന് ആരൊന്നും പറയില്ല, പരിഹസിക്കല് പുകഴ്ത്തയില്ല. ഇതൊക്കെ ഇതിൻ്റെ കൂടെ ഉള്ളതാണ്. പക്ഷെ നമ്മളൊരു ശരിക്ക് വേണ്ടി ഇതിപ്പോൾ ഞാൻ തെരുവ് നായ്ക്കളെ കൊണ്ടുപോയി ആദ്യത്തെ 2 ദിവസം എന്താ പറഞ്ഞത്? മേയർ പിടിച്ചുകൊണ്ട് നായ്ക്കളെയൊക്കെ രാത്രി അതിനെയൊക്കെ തന്നെ കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞു. നിങ്ങൾ പോയി നോക്ക്. ഞങ്ങൾ പിടിച്ചു കൊണ്ടുവന്നതിൻ്റെ ആ ദിവസങ്ങളിലുള്ള വീഡിയോയും ഫോട്ടോയും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പോഴും ആ നായ്ക്കളെ പോയി നോക്കൂ, ഹെൽത്തിയാണ്. അതിനേക്കാൾ നല്ല ആരോഗ്യം വന്നിട്ടുണ്ട്. വളരെ നന്നായിട്ട് ആഴ്ച 2 ദിവസം കുളിപ്പിക്കുന്നുണ്ട്. അന്ന് വിമർശിച്ചവരൊക്കെ പോയി പലരും പറഞ്ഞല്ലോ. ഇപ്പോൾ ആ നായ്ക്കളെ ഞങ്ങൾ കൊണ്ടുപോയി ബുദ്ധിമുട്ടിക്കാനാണെന്നോ അതിനെതിരെ ആരും സംസാരിക്കാറില്ലല്ലോ. നമ്മൾ ചെയ്യുന്നത് ശരിയായതുകൊണ്ടാണ്. ഇപ്പോൾ ആ നായ്ക്കളെ പാർപ്പിച്ചിട്ട് ഞാൻ എന്താ പറഞ്ഞത്? സുപ്രീം കോടതി പ്രതിനിധികൾക്കോ മാധ്യമപ്രവർത്തകർക്കോ നായ് സ്നേഹികൾക്കോ ഏത് സമയം വേണമെങ്കിലും അവിടെ പോകാം. രാവിലെ 10 മണിക്കോ 5 മണിക്കോ അടക്കി ഏത് ദിവസം പോയി. ഞങ്ങൾ എത്ര എണ്ണത്തിനെ കൊണ്ടുപോയി? 50 എണ്ണം. 50 അവിടെ ഉണ്ട്. ഞങ്ങൾ കൊണ്ടുപോയി ഒരു പ്രത്യേകം ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കാമല്ലോ. ഇതിനിടയ്ക്ക് പലരും പല ട്രോളും വന്നു. ഞങ്ങൾ അതിൻ്റെ ഒന്നും പറയുകയില്ല. കാര്യം ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണ് എന്നുള്ള ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട്. മോദിജി അയച്ചൊരു കത്ത് അത് പേഴ്സണലായിട്ടും പ്രൊഫഷണലായിട്ടും ഒരു അംഗീകാരമായിട്ടാണോ കണക്കാക്കുന്നത്?
തീർച്ചയായിട്ടും. അത് പേഴ്സണലായിട്ടുള്ള അംഗീകാരം എന്നുള്ളതിലേക്ക് ഞാൻ അവസാനമായിട്ടേ കാണുന്നുള്ളൂ. പക്ഷേ കേരളത്തിൽ ഞങ്ങളെക്കാൾ മിടുമിടുക്കന്മാരായി ഈ പാർട്ടിയെ നയിച്ച് ഈ സംഘടനകളെ നയിച്ച് പോയവരുണ്ട് നേരത്തെ. ഉം, ഉം, അവർ കുറച്ച് പേരൊന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. കുറേ പേർ ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോൾ സദാനന്ദം മാഷ്, ഉം, നമ്മുടെ രാജ്യസഭ എം.പി. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ത്യാഗം ചെയ്ത ആൾക്കാരുണ്ട്. അവരുൾപ്പെടെയുള്ളവർക്കൊരു അംഗീകാരമായിട്ടാണ് ഞങ്ങളത് കാണുന്നത്. പിന്നെ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക്, പിന്നെ മേയർ ആർക്കെങ്കിലും ഒരാളുടെ പേരിലായിരിക്കുമല്ലോ കത്തയക്കുന്നത്. ഉം. അപ്പോൾ അത് ഒരു നിമിത്തമായി മാറി എന്നുള്ളത് മാത്രം. അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ലല്ലോ ഈ രാഷ്ട്രീയ യാത്ര. 8 വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നും പിൻവലിപ്പിക്കപ്പെട്ട ഒരു വി. വി. രാജേഷൊക്കെ ഉണ്ടല്ലോ. ഓർത്ത് നോക്കുമ്പോൾ അത്രയും പ്രശ്നങ്ങളാണ് കുറച്ചുകൂടി കരുത്തനാക്കിയത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ല, പൊതുപ്രവർത്തനത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ സാഹചര്യങ്ങളൊന്നും എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ശാന്തമായ ഒരു നദി പോലെയൊന്നും പൊതുപ്രവർത്തനത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ആദർശം വളരെ സുതാര്യമാണ്, അല്ലെങ്കിൽ അത് 100% വിശ്വസിക്കാൻ പറ്റുന്ന, ജനങ്ങൾക്ക് സമൂഹത്തിന് ഗുണം ചെയ്യുന്നതാണ്, നമുക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ, നമ്മളുടെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ് ചെയ്തു പോകുന്നതെങ്കിൽ, പിന്നെ എന്ത് വരുന്നു എന്നുള്ളത് നമുക്ക് പ്രശ്നമില്ല. നമുക്ക് അതൊക്കെ തരണം ചെയ്യാൻ സാധിക്കും. ഉം, ഉം, ഉം. നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങളിൽ കളങ്കമുണ്ടെങ്കിൽ മാത്രമേ നമുക്കതിൽ ആശങ്കപ്പെടേണ്ടതായിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ കോർപ്പറേഷനിൽ മേയറായിട്ടിരിക്കുമ്പോൾ ലോകത്തെല്ലാവർക്കും അറിയാം, എൻ്റെ 4 ചുറ്റും നിൽക്കുന്നവരൊക്കെ തന്നെ ഞാൻ വിശ്വസിക്കുന്ന, എനിക്ക് ഈ സ്ഥാനത്തെത്താൻ സഹായിച്ച പ്രത്യയശാസ്ത്രവുമായി വിയോജിക്കുന്നവരാണ്. ഉം, അതിന് വേണമെങ്കിൽ 99% എന്ന് പറയേണ്ട ആവശ്യമില്ല, ഒരുപക്ഷെ 100%. ഉം. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ആത്മവിശ്വാസത്തോടെ അവരോടൊപ്പം ചേർന്നുകൊണ്ട് സന്തോഷത്തോടെ ജോലി ചെയ്യാൻ വേണ്ടി എനിക്ക് സാധിക്കുന്നത്? എന്തുകൊണ്ടായി സാധിക്കുന്നത്? അവർ ഉൾക്കൊള്ളാനുള്ള മനസ്സുള്ളതാണ്. അതായത് ഞാൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം വളരെ ശക്തമാണ്, ശരിയാണ്. എനിക്കും ശരി മാത്രമേ ചെയ്യാനുള്ള പ്ലാനുള്ളൂ. അപ്പോൾ ചുറ്റും ആരോഗ്യമെന്നുള്ളത് പ്രശ്നമേ അല്ല. ഈ പേഴ്സണൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ. വി. വി. രാജേഷ് ബീഫ് കഴിക്കുമോ എന്നൊക്കെ ഉള്ളത്. ചോദിച്ചോ, നിങ്ങൾക്ക് ആവശ്യമുള്ള ചോദിച്ചോ. പക്ഷെ അപ്പൊ അതിനെ അപ്പൊ എങ്ങനെയാ നേരിടുന്നത്? നിങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയാം. ഓക്കെ, വി. വി. രാജേഷ് ബീഫ് കഴിക്കുന്നുണ്ടോ? ഞാൻ ഉപയോഗിക്കാറില്ല, ബീഫ് ഉപയോഗിക്കാറില്ല. ആ, ഇല്ല, ഉപയോഗിക്കാറില്ല. ഈ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഉം. ഇപ്പോൾ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ റിലീസാവുന്നു. അവിടെ ബീഫ് കുത്തിക്കയറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു രംഗം ഭയങ്കരമായിട്ട് വൈറലാവുന്നു. ഇതിന് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറയുന്നത് ഞാൻ ആ സിനിമ കാണുന്നില്ല എന്നുള്ളതാണ്. ഇതിന് BJP സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊരു നെറേറ്റീവും കൂടി അവിടെ വർക്ക് ആവുന്നുണ്ട് പാരലലി. ഇതിന് ഈ കേരള സ്റ്റോറിയിൽ BJP-യുടെ സ്റ്റാൻഡ് എന്തായിരിക്കും? സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞല്ലോ. അത് തന്നെയായിരിക്കും. പിന്നെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്ന സ്റ്റാൻഡല്ല ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്ക് വേറെ എന്ത് സ്റ്റാൻഡുള്ളത് ഒരു വിഷയത്തിൽ? സംസ്ഥാന അധ്യക്ഷയുടെ നിലപാട് പറഞ്ഞാൽ അത് പാർട്ടിയുടെ നിലപാടാണ്, പാർട്ടിയുടെ എല്ലാ പ്രവർത്തന നിലപാടാണ്. സുരേഷ് ഗോപി BJP-യെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു വലിയ സമ്പത്താണ്. അദ്ദേഹത്തിൻ്റെ പക്ഷേ മാധ്യമങ്ങളുമായിട്ടുള്ള ഇടപെടലുകൾ വലിയ രീതിയിലുള്ള സ്പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് പലയിടങ്ങളിലായിട്ട്. ഇപ്പോൾ അദ്ദേഹത്തിനോട് കുറച്ചുകൂടി സംയമനത്തോടുകൂടി പെരുമാറണം, അല്ലെങ്കിൽ മാധ്യമങ്ങളോട് കുറച്ചുകൂടി സമാധാനപരമായി ഡീൽ ചെയ്യണം, ആ വിധങ്ങളിലുള്ള എന്തെങ്കിലും ഉപദേശങ്ങളോ ചർച്ചകളോ ഒക്കെ നടക്കുന്നുണ്ട്. മാധ്യമങ്ങളോടാണ് പറയാനുള്ളത്. അദ്ദേഹത്തെ പോലുള്ളൊരു ഒരുപാട് വാല്യുബിൾ ടൈം ഉം. സമൂഹത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരാളിനോട് കുറച്ചുകൂടി അദ്ദേഹത്തോട് ഇറിറ്റേറ്റ് ചെയ്യാതെ പെരുമാറണമെന്നാണ് മാധ്യമങ്ങളോട് പറയാനുള്ളത്. ഉം, 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 ഉം. അദ്ദേഹത്തിനോടൊരു അദ്ദേഹത്തിന് എതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിലൊരു അഹങ്കാരിയെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമം അത് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ 75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. ഓക്കെ. അവിടുത്തെ അദ്ദേഹത്തിൻ്റെ ആ നന്മ തിരിച്ചറിഞ്ഞുകൊണ്ടല്ലേ അവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വോട്ട് തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് മാറ്റിയത് അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഈ വോട്ടിംഗ് ഇലക്ഷൻ സംവിധാനത്തിനോടുള്ളൊരു അദ്ദേഹം വേണ്ട രീതിയിൽ അതിനെ ബഹുമാനിക്കാത്തത് കൊണ്ടാണെന്നൊക്കെയുള്ള വിധത്തിൽ കോൺഗ്രസ് ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. അതിനെ എങ്ങനെയാണ് പ്രതികരിക്കുക? കോൺഗ്രസ് ആണ് ഈ കാര്യമൊക്കെ തീരുമാനിക്കുന്നത്. ഈ നാട്ടിൽ നിലവിലുള്ള നിയമങ്ങൾക്ക് അനുസരിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു പൗരനുണ്ട്. അദ്ദേഹം അത് വിനിയോഗിച്ചിട്ടുണ്ട്. അത് വളരെ ടെക്നിക്കലായ ഒരു കാര്യം അല്ല, മാത്രമല്ല. ഇതൊക്കെ ജഡ്ജ് ചെയ്യാൻ കോൺഗ്രസ്സുകാരോട് ആരെങ്കിലും പറഞ്ഞു നിങ്ങൾ ഇതിലൊക്കെ മാർക്കിട്ട് കൊണ്ടുവരാനായിട്ട്? ഉണ്ണി ബാലകൃഷ്ണൻ എന്ന മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം ഈ അടുത്തൊരു പോഡ്കാസ്റ്റിൽ സംസാരിക്കുമ്പോൾ പറയണമായിരുന്നു, മോദിജി അദ്ദേഹം ആദ്യം കാണുന്നത് 2000-ങ്ങളുടെ തുടക്കത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഇത്രയും എലക്വൻ്റായി സംസാരിക്കാൻ വശമില്ല. അതിനുശേഷം മോദിജി അദ്ദേഹം 2010 കാണുമ്പോൾ മോദിജി അദ്ദേഹത്തിനോട് ചോദിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്, അബ് മേരാ അംഗ്രേസി കൈസാ ഹേ എന്ന്. അതായത് ഇപ്പോൾ എൻ്റെ ഇംഗ്ലീഷിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട്, ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് ചോദിക്കുന്നത്. സ്വയം പുതുക്കാനും സ്വയം അധ്വാനം ചെയ്യാനും ഉള്ളൊരു അദ്ദേഹത്തിനുള്ള ആ ഒരു കഴിവുണ്ടല്ലോ, അതിന് VVR എത്രമാത്രം അടുത്ത് നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്? 2010 തൊട്ട് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അതെനിക്കൊരു ചാനൽ ചർച്ചയിൽ നിന്ന് വിവരിക്കാൻ പറ്റുന്നതിന് അതീതമാണ്. ആ. അത്രത്തോളം വലിയൊരു ആഴമേറിയ ഒരു പുസ്തകമെന്നോ അല്ലെങ്കിൽ സർവകലാശാല എന്നൊക്കെ പറയാം നരേന്ദ്രമോദിജി.
ഓരോരോ ചെറിയ കാര്യത്തിൽ പോലും അദ്ദേഹം കാണിക്കുന്ന സൂക്ഷ്മത, അദ്ദേഹം ഞാൻ കഴിഞ്ഞ ചാനൽ ചർച്ചയിൽ തന്നെ പറഞ്ഞിരുന്നു. അദ്ദേഹം ഞങ്ങളോടൊപ്പം ഉള്ള ഒരു 2.5 മണിക്കൂർ ഇൻട്രാക്ട് ചെയ്തതല്ലോ. ചില സമയം ഞങ്ങളുടെ നേതാവായിരിക്കും, ചില സമയം ജ്യേഷ്ഠ സഹോദരനായിരിക്കും, ചില സമയത്ത് പിതാവായിട്ട് പെരുമാറും, ചില സമയത്ത് ഒരു സമര നേതാവായിട്ട് മാറും, ചിലപ്പോൾ ഒരു സുഹൃത്തായിരിക്കും. ഈ രീതിയിലൊക്കെയുള്ള വ്യത്യാസങ്ങൾ ചിലപ്പോൾ നല്ലൊരു മിടുമിടുക്കനായിട്ടുള്ള ഭരണാധികാരിയായിട്ട് മാറും. ആയിട്ടായിരുന്നു അദ്ദേഹം 2.5 മണിക്കൂർ. ഇതിൽ നിന്നൊക്കെ തന്നെ ഞങ്ങൾക്കൊരു ജീവിതകാലം മൊത്തവും പൊതുപ്രവർത്തനം നടത്തുവാൻ്റെ എല്ലാ അനുഭവങ്ങളും എനിക്ക് മാത്രമല്ല അവിടെ പങ്കെടുത്ത 115 പേർക്ക് ലഭിച്ചു. ഇപ്പോൾ അദ്ദേഹം മൻ കി ബാത്ത് എന്നുള്ളൊരു റേഡിയോ പ്രോഗ്രാമിൽ എടുത്ത ആലിൻ എന്നൊരു കുട്ടി ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണ്, ഓർഗൻ ഷെയർ ചെയ്ത കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയെ ഉൾപ്പെടെ അധികരിച്ച് സംസാരിച്ചിരുന്നു ആ ഒരു പരിപാടിയിൽ. ഇപ്പോഴും സാധാരണക്കാരനിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ലഘുവായിട്ടുള്ള ഒരു ഉപകരണം റേഡിയോ ആണെന്ന് മനസ്സിലാക്കുക, അതിനുവേണ്ടി കൃത്യമായിട്ട് സമയം ചെലവാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇതിനു വേണ്ടി അദ്ദേഹം സമയം ചെലവാക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉറക്കം 3-4 മണിക്കൂറിന് വേണ്ടി ചുരുക്കുക, ഇത് ഒരു പ്രോത്സാഹനമായിട്ട് വർക്ക് ആവുന്നുണ്ടോ VVRന്? തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് നരേന്ദ്രമോദിയും അദ്ദേഹത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നൂറുകണക്കിന് ആൾക്കാരും അങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇന്ത്യ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകുന്നത്. നമുക്കൊരു രാഷ്ട്രത്തിന് മുമ്പിൽ മുട്ടുമടക്കേണ്ട സാഹചര്യം വന്നിട്ടില്ലല്ലോ. അതിങ്ങനെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് അദ്ദേഹം മാത്രമല്ല, ഇപ്പോൾ എസ് ജയശങ്കർജി കേന്ദ്ര വിദേശകാര്യമന്ത്രി, അദ്ദേഹമായിട്ട് ഞാൻ നിരവധി ദിവസങ്ങൾ ചിലവഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അശ്വനി വൈഷ്ണവ് റെയിൽവേ മന്ത്രി, ഇപ്പോൾ മുരളിയേട്ടൻ മന്ത്രിയായ സമയത്ത് രാജീവ് ചന്ദ്രശേഖർജി കേന്ദ്രമന്ത്രിയായി, ഇപ്പോൾ ജോർജ് കുര്യൻജി, ഇവരൊക്കെ തന്നെ, സുരേഷ് ഗോപി, ഇവരൊക്കെ തന്നെ നരേന്ദ്രമോദിയെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ മന്ത്രിമാരൊക്കെ തന്നെ ഇതുപോലെ കഠിനാധ്വാനം ചെയ്യുകയാണ്. ഒരുപക്ഷെ നരേന്ദ്രമോദിയുടെ അത്രത്തോളം ഇപ്പോൾ ഉറക്കം എന്താ ലേറ്റായി കിടന്ന് എഴുന്നേൽക്കുന്ന ഞാനത് ഇപ്പോൾ എല്ലാവരിലും ഞാൻ വാച്ച് ചെയ്തിട്ടില്ല. ഈ സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ അധ്വാനം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുന്നില്ല, മറിച്ച് ഈ പറഞ്ഞ മീഡിയ സ്റ്റണ്ട് മാത്രമേ എത്തുന്നുള്ളൂ, അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? വളരെ നന്നായിട്ട് നിങ്ങളത് ആ ഭാഗം നിരീക്ഷിക്കാത്തതുണ്ട്. അത് ഏതെങ്കിലും ചാനലിൻ്റെ മുമ്പേ വരുമ്പോഴുള്ള കാര്യങ്ങൾ മാത്രമേ മാധ്യമപ്രവർത്തകർ കാണുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ അല്ല, ഞാൻ നിരീക്ഷിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം പല എക്സ്ട്രാ അഫയേഴ്സിലും ഇപ്പോൾ ഒരു സിനിമാ സെറ്റിൽ ഒരു കുറച്ചാളുകൾ ഒരു വിദേശത്ത് പെട്ട് എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഞാൻ പറയുന്നത് അതൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു പക്ഷേ അറിയുന്നുണ്ടാവും. പക്ഷേ പെട്രോളിയം മിനിസ്ട്രിയും ടൂറിസം മിനിസ്ട്രിയും ഇന്ത്യയിൽ മുൻപോട്ട് പോകുന്നതിൻ്റെ പിന്നിലുള്ള അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെ കഠിനാധ്വാനമുണ്ട്. നമ്മൾ ചെയ്യുന്ന ഒരു മന്ത്രി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പത്രസമ്മേളനത്തിലോ മാധ്യമങ്ങളിലോ പുറത്തു വരണമെന്നില്ല. അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് അവർ ഓഫീസിലിരുന്നോ ഉദ്യോഗസ്ഥരുമായിട്ടോ സംസാരിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത്രത്തോളം മികച്ച സംഭാവന ചെയ്യുന്ന മന്ത്രിമാരിലൊരാളാണ് സുരേഷ് ഗോപി. ഞങ്ങൾക്കറിയാം ആ കാര്യങ്ങളൊക്കെ. നിങ്ങളൊക്കെ മാധ്യമങ്ങൾ വരുമ്പോൾ ആൾക്കാർ മയക്കം പിടിച്ചുകൊണ്ടെന്ന് അദ്ദേഹത്തെ ഇറിറ്റേറ്റ് ചെയ്യുന്ന സമയത്തുള്ള മാത്രം ശ്രദ്ധിക്കാറുള്ളൂ. പിണറായി സർക്കാർ അതിൻ്റെ ഒരു 3ാം ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു തുടർച്ചയിലേക്ക് വരുമോ? അവസാനത്തെ ഇടതുപക്ഷ സർക്കാരായിരിക്കും ശ്രീ പിണറായി വിജയൻ നേതൃത്വം ഇപ്പോഴത്തെ സർക്കാർ കേരളത്തിൽ. ചരിത്രത്തിലെ കഴിഞ്ഞു, തീർത്തു. കോൺഗ്രസ് സർക്കാരും ഇനി വരില്ല. ഇതൊന്നും അല്ലാത്തൊരു സംവിധാനം എനിക്ക് വരാൻ പോകുന്നത്. ഇപ്പം ഈ നീതി ആയോഗ് സൂചികയിലൊക്കെ കേരളം ഒരുപാട് സെക്ടറുകളിൽ 1ാമതാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതൊന്നും പിണറായി വിജയൻ സർക്കാരുടെ ഒരു വിജയമായിട്ട് കണക്കാക്കാനാവില്ല. ഇതൊന്നും ഫീൽഡിൽ കാണാം. ഈ സർക്കാരിനെയൊക്കെ ഒരു നിമിഷം മുമ്പ് എനിക്ക് തോന്നുന്നു 6 മണിക്ക് പോളിംഗ് തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് തന്നെ ജനങ്ങളൊന്ന് ക്യൂ നിൽക്കും പിണറായി വിജയൻ സർക്കാരിനെ പുറത്താക്കാനായിട്ട്. രാവിലെ വോട്ടെണ്ണാൻ തുടങ്ങി 8 മണിയാകുമ്പോൾ തന്നെ അവരൊക്കെ തോക്കും. അത്രത്തോളം ജനങ്ങൾ അകന്നു കഴിഞ്ഞു. കോൺഗ്രസിന്റെ ഒരു പ്രകടനം ഏത് വിധത്തിലായിരിക്കും? കോൺഗ്രസ് രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലിൻ്റെ ഒരു സൈഡിലാക്കിയിട്ടുണ്ട്. ഈ ഇലക്ഷൻ കഴിയുമ്പോൾ VD സതീശനെ കൂടെ പരിശ്രമിച്ച് കോൺഗ്രസിൻ്റെ കാര്യത്തിൽ തീരുമാനം. കഴിഞ്ഞ 5-10 വർഷവും പിണറായി വിജയനെ സമ്പൂർണ്ണമായിട്ടും പിന്തുണച്ചൊരു പ്രതിപക്ഷമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അതുകൊണ്ടാണല്ലോ കോൺഗ്രസിനെ ഇപ്പോൾ ജനങ്ങൾ കൈവിട്ട ഒരു സാഹചര്യം വന്നത്. ഇതൊന്നും അല്ലാത്ത പുതിയൊരു ഓൾട്ടർനേറ്റീവ് കേരളത്തിലെ ജനങ്ങൾ തേടുകയാണ്. ആ ഓൾട്ടർനേറ്റീവ് കേരളത്തിൽ വരും. ഓൾട്ടർനേറ്റീവിന്റെ പേരായിരിക്കും BJP. ഓൾട്ടർനേറ്റീവ് കേരളത്തിൽ ഉണ്ടാവും. BJP അതിന് നേതൃത്വം കൊടുക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കോൺഗ്രസ് എന്ന പാർട്ടിക്ക് വരുത്തിയിട്ടുള്ള ഒരു പ്രതിച്ഛായ നഷ്ടം അത് എത്രമാത്രം വലുതാണ്? അല്ല, തീർച്ചയായിട്ടും ആ പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് ഒരുപാട് അകറ്റുന്നതിൽ അത് ആക്കം കൂട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള വലിയ പ്രതീക്ഷയായിരുന്നില്ല. 50 സീറ്റ് ഇട്ട് ഭരിക്കുമെന്നൊക്കെ ഇല്ലേ. അവർക്ക് വീട്ടിൽ കയറാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായില്ലേ. പിന്നെ അവർക്കിതൊരു ശീലമായതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. എങ്കിലും പൊതുസമൂഹത്തിന് വലിയ പ്രശ്നമായിരുന്നു. യുവാക്കളെ BJPയിലേക്ക് അടുപ്പിക്കാൻ അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറയെ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ BJPക്ക് സാധിക്കുന്നുണ്ടോ? BJPയുടെ പ്രവർത്തനം കൊണ്ട് തന്നെ അവരൊക്കെ തന്നെ പുരോഗമന ചിന്താഗതിയുള്ള, പുരോഗതിയും വികസനവും ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരൊക്കെ തന്നെ
BJPയോടൊപ്പം ചേർന്ന് തന്നെയാണ് ഇപ്പം നടക്കുന്നത്, ഉം, ഉം. പ്രത്യേകിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ. പല സ്ഥലങ്ങളിലും ജാതിമത ഭേദമന്യേ സ്ഥാനാർത്ഥികളെ പ്ലേസ് ചെയ്യുന്നു. വ്യത്യസ്തമായിട്ടുള്ള സോണുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ സ്ഥാനാർത്ഥികളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വരുന്നു. രാഷ്ട്രീയ പരിചയമില്ലാത്തവരെ പോലും പല സ്ഥലത്ത് സ്ഥാനാർത്ഥികളായിട്ടൊക്കെ വെക്കുന്നുണ്ട്. ഇതിൻ്റെ ഇതുകൊണ്ട് BJP പലപ്പോഴും പുറത്തേക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന ആശയം എന്താണ്? അതായത് സമൂഹത്തിൽ എല്ലാ മേഖലയിൽ നിന്നുള്ളവരുണ്ടാകും. പാർലമെൻ്ററി രംഗത്തുണ്ടാകണം, സംഘടനയ്ക്കകത്തുണ്ടാകണം. അപ്പോഴാണ് പലതരത്തിലുള്ള ചർച്ചകൾ വരുന്നത്. ഉം. അപ്പോൾ അതിന് അത്തരത്തിൽ പൊതുസമൂഹവുമായി ഇഴുകിച്ചേരാൻ പറ്റുന്ന ആൾക്കാരെ കണ്ടെത്തിയാൽ നമ്മൾ പ്രയോജനപ്പെടുത്തും. ഇപ്പോൾ ഉദാഹരണത്തിന് പത്മിനി തോമസ്. ഉം. പത്മിനി തോമസ് ഞങ്ങളുടെ മീറ്റിങ്ങുകളിൽ ഇരിക്കുമ്പോഴേക്കും കായിക മേഖലയുമായിട്ട് ആധികാരികമായ ചർച്ചകൾക്ക് കൂടുതൽ അവസരങ്ങൾ വരും. ഓക്കെ, ഓക്കെ. ഒരു IT പ്രൊഫഷണൽ നമ്മുടെ ഒപ്പം ഉണ്ടെന്നിരിക്കട്ടെ, ആ മേഖലയെക്കുറിച്ച് അഗാധമായിട്ടുള്ള അതിൻ്റെ സാധ്യതകളൊക്കെ തന്നെയുള്ള ചർച്ചകൾ വരും. അപ്പോൾ സംഘടനയും ആ മേഖലയും കൂടി എങ്ങനെ കണക്ട് ചെയ്ത് ജനാധിപത്യത്തിലൊരു രാഷ്ട്രീയ പാർട്ടി വഴിയാണല്ലോ കൂടുതലും മാറ്റങ്ങൾ നടത്തുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലാതെയൊക്കെ ഉണ്ടാവാം, ഒന്നോ രണ്ടോ വ്യക്തികളിലോ, ഇപ്പോൾ അജരന്തിക്കെതിരെയാളെന്തോ അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരു ചെറിയ പ്രതിഭാസമൊക്കെ വന്നിട്ട് പോകുന്നതൊക്കെ ഉണ്ടാവാം. പക്ഷേ വളരെ സീരിയസ് ആയിട്ട് ദേശീയ തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ തുടർച്ചയായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണല്ലോ ജനാധിപത്യം മുന്നോട്ട് പോകുന്നത്. ശ്രീലങ്കയ്ക്കെതിരെ ഇന്നേ ദിവസം ഒരു വലിയ ആരോപണം വന്നിരിക്കുന്നു. അവർക്കെതിരെ ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇത് രാഷ്ട്രീയ ഉദ്ദേശത്തോട് കൂടിയിട്ടുള്ള ഒരു നീക്കമാണ്, അങ്ങനെ കരുതുന്നുണ്ടോ? അവർ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നന്നായിട്ട് ശ്രീലത ചേച്ചി പെർഫോം ചെയ്യുന്നുണ്ട്, പൊതുരംഗത്ത് പെർഫോം ചെയ്യുന്നുണ്ട്. കോർപ്പറേഷൻ നന്നായിട്ട് പെർഫോം ചെയ്യും. ഇന്നലെ ബഡ്ജറ്റിലൊക്കെ നന്നായിട്ട് പ്രസംഗിച്ചു. ഇന്ന് ബഡ്ജറ്റ് വോട്ടെടുപ്പ് ദിവസമായിരുന്നു. പിന്നെ കേരളം അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണല്ലോ ഇന്ന് തന്നെ ഒരു കള്ളക്കേസ് അവരെ കുടുക്കിയത്. ഞങ്ങൾ പരിശോധിച്ചു, നിയമപരമായിട്ട് ഒരു കാരണവശാലും നിലനിൽക്കുന്ന കേസല്ല. അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കോ BJPയുടെ ഒരു നീക്കം? ഇത് നിങ്ങളുടെ മാധ്യമത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ലേ നിങ്ങൾ സംസാരിക്കുകയുള്ളൂ, അതെ അല്ലേ? ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ലീഡറെ ഞങ്ങൾ അത്രത്തോളം ഞങ്ങളുടെ പാർട്ടിക്ക് പ്രയോജനം ചെയ്യുന്ന, സമൂഹത്തിന് പ്രയോജനം ചെയ്യുന്ന ഒരു ലീഡറല്ലേ? അങ്ങനെയൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം. ഇപ്പോൾ അവരുടെ യൂട്യൂബ് ചാനലിൽ തന്നെയാണ് എന്തുകൊണ്ട് മോദി വിളിച്ചിരുന്ന ആ ഒരു ചടങ്ങിലേക്ക് പോയില്ല എന്നുള്ള ഒരു ക്ലാരിഫിക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പേഴ്സണലി നേതൃത്വമായിട്ട് ഒരു പ്രശ്നമില്ല എന്നുള്ളത് കുറച്ചുകൂടി ക്ലാരിഫൈ ചെയ്യേണ്ട അല്ലെങ്കിൽ വ്യക്തമാക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാണെന്ന് VVR ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു അവസ്ഥയൊന്നും വന്നിട്ടില്ല. അവർക്ക് വരാൻ പറ്റാത്ത കാര്യം അവർ പറഞ്ഞു. അവർ മാത്രമല്ല വരാനിട്ടുള്ളൂ, 3 പേര് വന്നിട്ടില്ലല്ലോ. മറ്റ് 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ വന്നില്ലല്ലോ. അവർക്ക് 3 പേർക്ക് അസൗകര്യം ഉണ്ടായിരുന്നു, 3 പേര് വന്നിട്ടില്ല, അത്രേ ഉള്ളൂ. NDAയുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണല്ലോ 2020 എന്ന കക്ഷി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അഖിൽ മാരാർ ബിഗ് ബോസ് പോലത്തെ റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്ത് വലിയ ജനസമ്മതിയും സോഷ്യൽ മീഡിയ ഫോളോയിങ് ഒക്കെ ഉള്ള ഒരാളാണ്. അദ്ദേഹം മത്സരിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം BJPയുടെ കാൻഡിഡേറ്റ് ആവുന്നു. അത് BJPക്ക് ഏത് വിധത്തിൽ ഒരു ആഡ് ഓൺ ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അങ്ങനെ ചില വാർത്തകൾ ഞാൻ കണ്ടു, അല്ലാതെ അത്തരം ചർച്ചകൾ നടന്ന മീറ്റിങ്ങുകളിലൊന്നും പങ്കെടുക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചില്ല. കാരണം കോർപ്പറേഷൻ്റെ മീറ്റിങ്ങുകളൊക്കെ ആയിരുന്നു, ബഡ്ജറ്റൊക്കെ ആയിരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാർത്തകൾ കണ്ടാൽ അപ്പുറം കാര്യങ്ങളൊന്നും പറയാനുള്ള ഇൻഫർമേഷൻ ഇപ്പോൾ ഇല്ല. അഖിൽ മാരാർ എന്നുള്ളൊരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു വ്യക്തിയെ, പൊതുപ്രവർത്തകനെ ആ വിധത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഞാൻ മാധ്യമങ്ങളിലൊക്കെ ഞങ്ങൾ നേരിട്ട് അങ്ങനെ കണ്ടിട്ടില്ല, മാധ്യമങ്ങളിലും ഒക്കെ കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. എങ്ങനെ വിലയിരുത്തുന്നത്? മാധ്യമങ്ങളിലൊക്കെ കണ്ട പരിചയമുണ്ട്. അദ്ദേഹം നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിലൊക്കെ പെർഫോം ചെയ്യുന്ന ഒരാളെന്നുള്ളതാണ്. അതിലപ്പുറം അടുത്ത് പരിചയപ്പെട്ടിട്ടുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. ഇപ്പോൾ VVR നയിക്കുന്ന തിരുവനന്തപുരം നഗരം എന്നൊക്കെയുള്ള രീതിയിൽ ഫ്ലെക്സുകളൊക്കെ കാണുന്നു. പെട്ടെന്ന് ഓർമ്മ വരുന്നത് MGR, NTR എന്നൊക്കെയുള്ള പേരുകളാണ്. ആദ്യമായിട്ട് ഒരു പൊതുജനം അംഗീകരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ എല്ലാവരും വിജയിച്ചൊരു നേതാവായി അംഗീകരിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു സ്വയം ചാരിതാർത്ഥ്യം തോന്നുന്നുണ്ടോ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ വണ്ടി ഓടിച്ച് തിരുവനന്തപുരം നഗരത്തിലൂടെ കടന്നു പോകുമ്പോൾ? അല്ല, അങ്ങനെയൊന്നും തോന്നാൻ ഞങ്ങളുടെ സംഘടനയിൽ സാധിക്കുകയില്ല. ഞങ്ങളുടെ സംഘടനയുടെ വളർന്നു വന്ന ഒരാളിനും അത്തരത്തിൽ തോന്നൽ ഉണ്ടാകാനും പാടില്ല. ഞങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി പൊതുസമൂഹത്തിന് വേണ്ടി ഞങ്ങളുടെ സംഘടനയിലൂടെ എന്ത് പ്രവർത്തനമാണോ ചെയ്തുകൊണ്ടിരുന്നത് അതൊരു മറ്റൊരു പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഏതൊരു പ്രവർത്തനം നടത്താൻ, ഇപ്പോൾ ഒരു പടം വരച്ചു, അത് മനോഹരമാണെന്ന് നമുക്ക് തോന്നുകയും മറ്റുള്ളവർ നല്ലതെന്ന് പറയുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. ഒരു ഭക്ഷണം പാചകം ചെയ്തിട്ട് ഒരാൾ കഴിച്ചിട്ട് കൊള്ളാം എന്ന് പറയും, നമ്മൾ കഴിക്കുമ്പോൾ നന്നാണെന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം. ആ ഒരു സന്തോഷം ജനങ്ങൾ പറയുമ്പോഴേക്കും ഒരു ആത്മവിശ്വാസം ഉണ്ടാകാറുണ്ട്. പാർട്ടിയുടെ തന്നെ ഒരു പരിപാടി നടത്തിയിട്ട് ആ പരിപാടി നമ്മൾ വിചാരിച്ചതുപോലെയോ അതിനേക്കാൾ അപ്പുറം വിജയിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം. പിന്നെ ഇവിടെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ, അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ സ്നേഹിക്കുന്ന മറ്റു പല മേഖലയിലും വർക്ക് ചെയ്യുന്നവർക്ക്, അവരുടെയൊക്കെ കണ്ണുകളിലെ തിളക്കം കാണുമ്പോഴേക്കും നമുക്ക് കൂടുതൽ
പ്രവർത്തിക്കാനുള്ള ഒരു ആത്മവിശ്വാസം വരികയാണ്. അപ്പോൾ ഞാൻ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ മേയർ ഓഫീസിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു ഇടതുപക്ഷ സംഘടനയിലെ യൂണിയനിൽ തിരഞ്ഞെടുത്ത എല്ലാ ആളുകൾക്കും അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞ് 2 പോസ്റ്ററുകൾ താഴെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടായിരിക്കും എല്ലാ ദിവസവും മേയർ കയറി വരുന്നത്. ഇപ്പോൾ ഒരു ആദർശപരമായി വ്യത്യസ്ത ദിശയിൽ നിൽക്കുന്ന ഒരാളെ കൂടി സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ സഹവർത്തിത്വം കൊണ്ട് ഉൾക്കൊള്ളാൻ VVR-ന് എത്രമാത്രം സാധിക്കുന്നു? അതല്ലേ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. ഞാൻ എപ്പോഴും പറയാറുള്ളൂ, ഒരു പൂന്തോട്ടത്തിൽ ഒരു തരം പൂ മാത്രമുള്ളതാണോ സൗന്ദര്യം, പലതരത്തിലുള്ള പുഷ്പങ്ങൾ നിൽക്കുന്നതാണോ സൗന്ദര്യം? നമ്മൾ തന്നെ ഒരു കൂട്ടിൽ പക്ഷികളെ വാങ്ങിയിടും. ഇപ്പോൾ ലവ് ബേഡ്സൊക്കെ ഒരു നിറമുള്ള പക്ഷി മാത്രം നമ്മൾ വാങ്ങും, അല്ല, നമ്മൾ പലതരത്തിലുള്ള വാങ്ങും. അപ്പോൾ അതിൻ്റെ സൗന്ദര്യമുള്ളതുകൊണ്ട്. അപ്പോൾ ഒരു ജനാധിപത്യം എന്ന് പറയുമ്പോഴേക്കും ഭരണപക്ഷത്തെ പോലെയോ അതിനേക്കാൾ പ്രാധാന്യം പ്രതിപക്ഷത്തിനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആശയപരമായി വിയോജിക്കുന്നവരെ ഉൾപ്പെടെ ചേർത്ത് പിടിക്കണം. ആശയം കൊണ്ട് മാത്രമല്ല വിയോജിപ്പുള്ളൂ. നമ്മൾ മനുഷ്യനാണ്, മനുഷ്യർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആർക്കും അങ്ങനെ വിയോജിക്കാൻ സാധിക്കില്ലല്ലോ. ആശയപരമായി വിയോജിച്ചോട്ടെ, ആശയപരമായി യോജിക്കേണ്ട. മറ്റുള്ള യോജിക്കാൻ പറ്റുന്ന എന്തെല്ലാം മേഖലകളുണ്ട്, അവിടേക്ക് യോജിക്കാം. പോസ്റ്റ് ഒട്ടിക്കാനുള്ള അവരുടെ സ്വാതന്ത്ര്യമുണ്ട്, ഒരു പോസ്റ്റ് ഒട്ടിച്ചോട്ടെ. VVR ഇപ്പോൾ CPM-നെയും ചേർത്ത് പിടിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആരൊക്കെ നമ്മളായിട്ട് ചേരാൻ തയ്യാറാവുമ്പോൾ അവരെയൊക്കെ ചേർത്ത് പിടിക്കും. ഇപ്പം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രവർത്തന ശൈലിയുണ്ട്. ഞാൻ ഇന്നത്തെ ബഡ്ജറ്റ് പ്രസംഗത്തിലും പറഞ്ഞല്ലോ, ഈ ഭരണസമിതി മുന്നോട്ട് വയ്ക്കുന്ന നയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഉദ്യോഗസ്ഥരെയൊക്കെ ഞങ്ങൾ ചേർത്ത് പിടിക്കും. ഇവിടുത്തെ ഭരണത്തിന് പുറകോട്ട് പിടിക്കാനോ അല്ലെങ്കിൽ തടസ്സപ്പെടുത്താനോ ശ്രമിക്കുന്നവരെയൊക്കെ ഞങ്ങൾ തിരുത്താൻ ശ്രമിക്കും. അതിൻ്റെ കാരണം ബോധ്യപ്പെടുത്തും. തിരുത്താൻ ശ്രമിച്ച് തിരുത്തുന്നവരെ ഞങ്ങൾ കൂടെ നിർത്തും. തിരുത്താത്തവരെ ഞങ്ങൾ ഏത് രീതിയിലാണ് ഭരണപരമായി ഉള്ള മാർഗങ്ങൾ അത് ഞങ്ങൾ നോക്കും. ഇപ്പോൾ 2 വലിയ പ്രോമിസസ് നടത്തിയിട്ടുണ്ടല്ലോ. ഒന്ന് സ്ട്രേ ഡോഗ്സിൻ്റെ അതിനൊരു സിസ്റ്റം കൊണ്ടുവരിക, 2 വേസ്റ്റ് മാനേജ്മെൻറ്റ്. 2 കേൾക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ അത് വളരെ ടെഡിയസ് ആയിട്ടുള്ളൊരു ടാസ്ക് ആണെന്നുള്ളതാണ് ടെക്നിക്കലി പഠിച്ചവർക്ക് മനസ്സിലാവുക. ഇതിനെ എങ്ങനെയാണ് ഈ കോർപ്പറേഷൻ ഭരണസമിതി വ്യത്യസ്തമായിട്ട് സമീപിക്കാം? അത് വലിയൊരു ടാസ്ക് ആയിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ ഞങ്ങളതിൽ ഒരു റിസ്ക്കും ഇല്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. അത് തരണം ചെയ്യണം. അത് തരണം ചെയ്യാനാണല്ലോ ജനങ്ങൾ ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. ജനങ്ങൾക്ക് ഞങ്ങൾ വിശ്വാസം ഉള്ളതുകൊണ്ട് എന്തായാലും 50 തെരുവ് നായ്ക്കളെ വളരെ ശാസ്ത്രീയമായിട്ട് എല്ലാ നിയമങ്ങൾക്കകത്ത് നിന്നുകൊണ്ടും ഷെൽട്ടർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചു എന്ന് സമൂഹം അംഗീകരിച്ചല്ലോ. അതൊരു പൈലറ്റ് പദ്ധതിയായിരുന്നു. അതിനെ അടുത്ത 500 1000 ആക്കുക എന്നുള്ളതാണ്. അതിനുള്ള പരിശ്രമമാണ്. ഇപ്പോൾ 50 എണ്ണത്തിനെ ഷെൽട്ടറിലാക്കാൻ ഞങ്ങൾക്ക് 30 ദിവസം വേണ്ടി വന്നു, അല്ലെങ്കിൽ ഒരു 28 ദിവസം വേണ്ടി വന്നു. അപ്പോൾ 500 എണ്ണത്തിനെ ഷെൽട്ടറിലാക്കുവാൻ വേണ്ടി ഒരു കുറച്ച് ദിവസം കൂടെ കാത്തിരിക്കേണ്ടി വരും. അതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. വേസ്റ്റ് മാനേജ്മെന്റിൽ എന്താ ചെയ്യാൻ പോകുന്നത്? നിലവിലുള്ള മാലിന്യ സംസ്കരണ പദ്ധതികൾ ഏതൊക്കെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്, അക്കാര്യങ്ങൾ കൊണ്ടുപോകും. ഇവിടെ മുൻ ഭരണസമിതികൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ കുറച്ചൊക്കെ നമുക്ക് പിടിതുടരാൻ സാധിക്കും. അതും മുന്നോട്ട് കൊണ്ടുപോകും. എന്നിട്ട് മാറിയ കാലഘട്ടത്തിൽ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഇത് രണ്ടും കൂടെ ആകുമ്പോഴേക്കും പരിഹരിക്കപ്പെടും. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയം രാത്രി 11 മണിയാണ്. പ്രോബബ്ലി അവസാനത്തെ ഒഫീഷ്യൽ മീറ്റിംഗ് ചിലപ്പോൾ ഇതായിരിക്കും എന്ന് വിചാരിക്കുന്നു ഞാൻ. ഇന്നത്തെ അവസാനത്തെ മീറ്റിംഗ് കഴിയുന്നത് ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ 12 മണി വരെ നീടുമെന്ന് വിചാരിക്കാം. അപ്പോൾ 12 മണിക്കാണ് അവസാനത്തെ മീറ്റിംഗ് കഴിയുന്നത്. പിറ്റേ ദിവസം രാവിലെ തുടങ്ങുന്നത് 5 മണിക്കാണല്ലോ. ചിലപ്പോൾ ഒരു 6 മണിയാവും, ചിലപ്പോൾ 7 മണി, ചിലപ്പോൾ 5 മണിക്ക് തന്നെ ആൾക്കാർ ഈ പോകുന്ന. ഇപ്പോൾ 6 മണിക്കുള്ള ട്രെയിനിൽ പോവേണ്ട ആളിന് 6 മണിക്ക് മുമ്പ് മേയറെ കാണണമെങ്കിൽ അവർ 5 മണിക്ക് വീട്ടിൽ നിന്ന് ബെല്ലടിക്കും. ചിലപ്പോൾ 8 മണിക്കുള്ള ട്രെയിനിൽ പോയാൽ അത് 7 മണിക്ക് ഒന്ന് ബെല്ലടിക്കും. നമ്മളൊരു ആരും വന്ന് വിളിച്ചില്ല, അതുകൊണ്ട് 6 മണിയാകുമ്പോൾ 5:30 6 മണിയാകുമ്പോൾ ഉറക്കം എഴുതേൽക്കും. ഒരു പേഴ്സണൽ ലൈഫ് വർക്ക് ലൈഫ് ബാലൻസ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടോ? അല്ല, പേഴ്സണൽ ലൈഫൊക്കെ ഇതിൻ്റെ കൂടെ അങ്ങ് പോകും, എന്തൊക്കെ നടക്കും. അല്ല, പേഴ്സണൽ ലൈഫിന് വേണ്ടി 2 മണിക്കൂർ 3 മണിക്കൂർ മാറ്റി വയ്ക്കുക, ഒഫീഷ്യൽ ലൈഫ് അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ പേഴ്സണൽ ലൈഫാണ്. ചിലപ്പം രാത്രി ലേറ്റാണ് വേണമെങ്കിൽ വൈഫും മോനും ഒക്കെ ഇവിടെ വരും, കുറച്ച് നേരം ഇവിടെ കൂടെ ഉണ്ടാവും, പിന്നെ പോകുമ്പോൾ ഒരുമിച്ച് പോകും, അങ്ങനെയൊക്കെ പോകും. പത്മജയാണ് അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യുന്നതൊക്കെ അഭ്യൂഹങ്ങൾ വരുന്നു തൃശ്ശൂരിൽ. അതിൽ എത്രമാത്രം സത്യാവസ്ഥയുണ്ട്? എന്തോ നിങ്ങളപ്പോൾ ഉള്ളവരങ്ങനെ പറഞ്ഞു വരുന്നതാണ്. എനിക്കെല്ലാ ഇൻഫർമേഷനും വേറൊരു ഇൻഫർമേഷനും ഇല്ല. എനിക്ക് ഒരു ഇൻഫർമേഷനും ഇല്ല. നിങ്ങളപ്പോൾ ഉള്ളവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുത്തിയിട്ട് എന്നോട് ചോദിച്ചാൽ എന്ത് പറയാനായിട്ട്. 60 ദിവസത്തിനടുത്ത് അത്രയും ദിവസങ്ങളുടെ ഒരു പ്രവൃത്തി, അതിന് അത്രയും ദിവസങ്ങൾ വർക്ക് ചെയ്ത ദിവസങ്ങൾ, അതിനെങ്ങനെയാണ് വിലയിരുത്തുക സ്വയം? കഴിയുന്നിടത്തോളം ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ജനങ്ങളാണ് വിലയിരുത്തേണ്ടത്. പരമാവധി ആത്മാർത്ഥമായിട്ട് പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ. എല്ലാം പൂർത്തിയായിട്ട് മനസ്സിൽ ആഗ്രഹിച്ചതിൻ്റെ അടുത്ത് എത്തിക്കാൻ സാധിച്ചിട്ടോ എന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങൾ ഇനി എത്താറുണ്ട്. പക്ഷേ ഞങ്ങൾ പരമാവധി ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. 2026 വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കും BJP
2026 BJPയെ പിടിക്കും കേരളം എന്നൊക്കെ അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ പ്രതീക്ഷയോടുകൂടി നോക്കി കാണുന്നുണ്ട്. എന്താ ആ ഒരു ഏരിയയിലേക്കുള്ള റൂട്ട് മാപ്പോ അല്ലെങ്കിൽ പ്ലാനിങ്ങോ അതെന്തായിരിക്കും? പാർട്ടി നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പ്രവർത്തകർ നല്ല ആത്മവിശ്വാസത്തിലാണ്. ജനങ്ങൾക്ക് ഒരു ഓൾട്ടർനേറ്റീവ് LDF, UDF ഇല്ലാത്തൊരു ഓൾട്ടർനേറ്റീവിനെ കേരളത്തിലെ ജനങ്ങൾ തേടുകയാണ്. അത് BJPയിലൂടെ സാധിക്കും. എത്ര സീറ്റുകൾ അക്കൗണ്ട് തുറക്കുന്ന ഒരു പ്രതീക്ഷ കുറച്ചുകൂടെ വിചാരിക്കും? പോട്ടെ, കുറച്ചുകൂടെ പോയി സ്ഥാനാർത്ഥികളൊക്കെ ഫീൽഡിൽ ഇറങ്ങി പ്രചരണം തുടങ്ങിയതിന് ശേഷം പറയാം. സ്റ്റാർ സ്ഥാനാർത്ഥികൾ, അതായത് സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇറങ്ങും BJPക്ക് വേണ്ടി ഒരിക്കൽ കൂടി എന്നൊക്കെ പ്രചാരങ്ങളുണ്ട്. അതിൽ എത്രമാത്രം ശരിയുണ്ട്? പാർട്ടിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ. ആരൊക്കെയാണ് മത്സരിക്കേണ്ടതെന്നുള്ള ഫൈനൽ പിക്ചർ ആയിട്ടില്ല. വരുമ്പോഴേക്കും ഏറ്റവും മികച്ച ഏറ്റവും നല്ല സ്ഥാനാർത്ഥി പട്ടിക BJPയുടേതായിരിക്കും. BJP എന്ന് പറയുമ്പോൾ ഇത്രയും അധികം ഒരു മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് BJP ഇത്രയധികം രീതിയിൽ ആളുകൾക്കൊരു ജനസമ്മതി ഉണ്ടാക്കും, പ്രതീക്ഷ ഉണ്ടാക്കും, കോർപ്പറേഷൻ ഭരിക്കും എന്നൊക്കെയും ഒരു 10 വർഷം മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ BJPക്ക് പുറത്തുള്ള ആളുകൾ അത് വിശ്വസിക്കില്ലായിരുന്നു. ഈ മുന്നേറ്റത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്തായിരിക്കും എന്നാണ് VVR വിചാരിക്കുന്നത്? ഞങ്ങളുടെ ആശയത്തിൻ്റെ ഒരു തെളിമ, ശക്തി, ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും കഠിനാധ്വാനം. ഇപ്പോൾ കേരളത്തിൽ ഇത്രയധികം സീറ്റുകൾ പിടിക്കുക, അങ്ങനെ ഒരു ഭരണം സാധ്യമാക്കുക, അതിന് 2026 ഒരു ക്ലിയർ ക്ലാരിറ്റി അല്ലെങ്കിൽ 2026 ഒരു മെജോറിറ്റി കേരളം ഭരിക്കേണ്ടത് ആരാണെന്ന് BJP തീരുമാനിക്കും. അതിനുള്ള ചർച്ചകൾ നേതൃത്വ തലത്തിൽ നടക്കുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള എല്ലാ സാധ്യതകളും പരിശോധിച്ചുകൊണ്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടായിരിക്കും. ഞാൻ പക്ഷേ അത്തരത്തിലുള്ള മീറ്റിങ്ങുകളിൽ പങ്കെടുക്കേണ്ട സാഹചര്യം വന്നിട്ടില്ല. ഇപ്പോൾ K. സുരേന്ദ്രനുമായിട്ട് ഏറ്റവും അടുത്ത് പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹവുമായി ചിലവിട്ട നാളുകൾ ഒരു നേതാവെന്ന രീതിയിൽ എങ്ങനെയാണ് സ്വയം പരിചയപ്പെടുത്തിയിട്ടുള്ളത്? നല്ല ആത്മവിശ്വാസം തരുന്ന, സഹപ്രവർത്തകർക്ക് പുതിയ പുതിയ ആശയങ്ങൾ പറഞ്ഞു തരുന്ന, സമരങ്ങളിലൊക്കെ തന്നെ ഒപ്പം നിൽക്കുന്ന, ധൈര്യപൂർവ്വം പ്രസ്ഥാനത്തെ സമൂഹത്തെ നയിക്കുന്ന നേതാക്കന്മാരിൽ ഒരാളാണ്. അദ്ദേഹമായിരിക്കും മുഖ്യമന്ത്രി കാൻഡിഡേറ്റ്? അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻസൊക്കെ പ്രത്യേകിച്ച് എന്നെപ്പോലുള്ള ജൂനിയർ പ്രവർത്തകരോട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചാലേ അതൊക്കെ പാർട്ടിയുടെ നേതൃത്വം തീരുമാനിക്കും. എന്നാലും ആഗ്രഹമുണ്ടോ അദ്ദേഹത്തെ അങ്ങനെ കാണാൻ? BJP കേരളം ഭരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ തലപ്പത്ത് K. സുരേന്ദ്രൻ ഉണ്ടാവും. സെൻട്രൽ പാർട്ടി തീരുമാനിക്കും. മോദിജി ഇനി ഒരു ഇലക്ഷൻ ക്യാമ്പയിനോ അല്ലെങ്കിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രചാരണ പരിപാടിക്ക് തിരുവനന്തപുരത്തോ വരാനുള്ള അല്ലെങ്കിൽ തൃശ്ശൂരിൽ വരാനുള്ള സാധ്യതകളുണ്ടോ? കേരളത്തിൽ ഒരാളെ സാധ്യതയുണ്ട്. എവിടെയാണെന്നുള്ളത് ഇതുവരെയും അങ്ങനെ പറഞ്ഞിട്ടില്ല. കേരളത്തിൽ വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു മേയർ എന്നുള്ള രീതിയിൽ ഏറ്റവും അധികം പ്രതീക്ഷയോടുകൂടി VVR മനസ്സിൽ വിചാരിക്കുന്ന പ്രോജക്റ്റുകൾ ഏതെല്ലാമാണ്? നിരവധി പ്രോജക്റ്റുകളുണ്ട്. തിരുവനന്തപുരത്തിന് ഒരുപാട് സാധ്യതകളുണ്ട്. ഓരോ ദിവസവും കണ്ടുമുട്ടുന്നവരൊക്കെ തന്നെ തിരുവനന്തപുരത്തിൻ്റെ അവരവരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ അതിൽ പരമാവധി എത്രത്തോളം നടപ്പിലാക്കാൻ സാധിക്കും, ജനങ്ങളുടെ ഇതൊക്കെ നടപ്പിലാക്കുമ്പോൾ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടും വേദനയും വിഷമവും അനുഭവിക്കുന്ന ജനങ്ങളോടൊപ്പം എത്രത്തോളം കൂടുതൽ നിൽക്കാൻ സാധിക്കും, ചേർന്ന് നിൽക്കാൻ സാധിക്കും. അങ്ങനെ ചേർന്ന് നിന്ന് തിരുവനന്തപുരത്തെ രാജ്യത്തിലെ ഏറ്റവും പ്രമുഖ നഗരമാക്കി മാറ്റുവാനുള്ള എന്തൊക്കെ വഴികളുണ്ടോ അതൊക്കെ നോക്കും. അത് തന്നെയാണ് പ്രതീക്ഷ. അതിന് 1-2 പ്ലാനൊന്നുമല്ല, നിരവധി പ്ലാനുകളുണ്ട്. ശക്തമായിട്ടുള്ളൊരു പ്രതിപക്ഷം ആയിരുന്നല്ലോ കഴിഞ്ഞ വട്ടം. അപ്പോൾ 30 ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയി സമരം ചെയ്തിരുന്നു. അപ്പോൾ ഈ താഴത്തെ ഫ്ലോറിൽ അങ്ങനെ കിടന്ന് സമരം ചെയ്യുമ്പോൾ അടുത്ത വട്ടത്തെ ഭരണം അത് ഞങ്ങളിലായിരിക്കും, ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഭരണം BJPക്ക് തന്നെ കിട്ടുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. ഉം. കാരണം ജനങ്ങൾ അത്രത്തോളം ഞങ്ങൾ പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങൾ, ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നു, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു. BJPയുടെ ഭരണത്തിലെത്തും ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ ഈ പുറത്തു നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിൻ്റെ വരവ് ഇപ്പോൾ മറ്റ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ അതുണ്ടല്ലോ. കേരളം പലപ്പോഴും അതിന് പിന്നോട്ടാണെന്നുള്ള ഒരു ആക്ഷേപമുണ്ട്. ഇപ്പോൾ BJP സർക്കാരാണ് കേരളത്തിലേക്ക് വരുന്നതെങ്കിൽ അതിനൊക്കെ വലിയ മാറ്റം ഉണ്ടാവുമെന്ന് ഞങ്ങൾ തോന്നുന്നു. ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത നിമിഷം ആക്ട് ചെയ്ത് തുടങ്ങുകയാണ്. ഉം, ഉം. ഒരു നിമിഷം പോലും പാഴാക്കാതെ രാജ്യത്തിന് വേണ്ടി, നാടിന് വേണ്ടി കഠിനാധ്വാനം നടത്തും. അപ്പോൾ കിട്ടാവുന്ന നല്ല കാര്യങ്ങളൊക്കെ ഞങ്ങൾ സ്വീകരിക്കും. മോഡിജി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പോകുന്നു. ഉം. ഭാരതത്തിൽ എന്തൊക്കെയാണോ സ്വീകരിച്ചാൽ ഗുണം കിട്ടുന്നത് അദ്ദേഹം സ്വീകരിക്കുന്നു, അതൊക്കെ ചെയ്യുന്നു. അതിനെ ഞങ്ങൾ മാതൃകയാക്കും. അദ്ദേഹവുമായിട്ട് പേഴ്സണലി 3-4 മിനിറ്റ് സംസാരിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞത് കൂടുതൽ സംസാരിക്കാൻ സാധിച്ചു. എന്താണ് ആ സംഭാഷണത്തിന്റെ ഉള്ളടക്കം അദ്ദേഹം പറഞ്ഞു ഞങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നതിൽ? നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നത് കിട്ടിയ ജനവിധി മാനിച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്യുക, ജനങ്ങൾ വരുമ്പോഴേക്കും പരമാവധി അവരുടെ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ അവർ നമ്മൾ അർപ്പിക്കുന്ന വിശ്വാസം കാത്തു സൂക്ഷിക്കുക, നമ്മൾ സ്വപ്നം കാണുന്ന വികസിത ഭാരതത്തിന് വേണ്ടി ഓരോ കാര്യങ്ങളും, കുറേ മൈന്യൂട്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു, അത് ആത്മാർത്ഥമായി പരിശ്രമിച്ച് വിജയിപ്പിക്കാൻ ശ്രമിക്കുക, കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികൾ പരമാവധി കോർപ്പറേഷനിലും ജനങ്ങളുടെ ഇടയിലും നടപ്പിലാക്കാൻ പരിശ്രമിക്കുക, ഇങ്ങനെയുള്ള ചില ഉപദേശങ്ങളായിരുന്നു അദ്ദേഹം തന്നത്. ഒരു മേയർ എന്നുള്ള രീതിയിൽ ഏറ്റവും അധികം പ്രതീക്ഷയോടുകൂടി VVR മനസ്സിൽ വിചാരിക്കുന്ന പ്രോജക്റ്റുകൾ ഏതെല്ലാമാണ്? നിരവധി പ്രോജക്റ്റുകളുണ്ട്. തിരുവനന്തപുരത്തിന് ഒരുപാട് സാധ്യതകളുണ്ട്. ഓരോ ദിവസവും കണ്ടുമുട്ടുന്നവരൊക്കെ തന്നെ തിരുവനന്തപുരത്തിൻ്റെ അവരവരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ അതിൽ പരമാവധി എത്രത്തോളം നടപ്പിലാക്കാൻ സാധിക്കും,
ജനങ്ങളുടെ ഇതൊക്കെ നടപ്പിലാക്കുമ്പോൾ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടും വേദനയും വിഷമവും അനുഭവിക്കുന്ന ജനങ്ങളോടൊപ്പം എത്രത്തോളം കൂടുതൽ നിൽക്കാൻ സാധിക്കും, ചേർന്ന് നിൽക്കാൻ സാധിക്കും. അങ്ങനെ ചേർന്ന് നിന്ന് തിരുവനന്തപുരത്തെ രാജ്യത്തിലെ ഏറ്റവും പ്രമുഖ നഗരമാക്കി മാറ്റുവാനുള്ള എന്തൊക്കെ വഴികളുണ്ടോ അതൊക്കെ നോക്കും. അത് തന്നെയാണ് പ്രതീക്ഷ. അതിന് 1-2 പ്ലാനൊന്നുമല്ല, നിരവധി പ്ലാനുകളുണ്ട്. ശക്തമായിട്ടുള്ളൊരു പ്രതിപക്ഷം ആയിരുന്നല്ലോ കഴിഞ്ഞ വട്ടം. അപ്പോൾ 30 ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയി സമരം ചെയ്തിരുന്നു. അപ്പോൾ ഈ താഴത്തെ ഫ്ലോറിൽ അങ്ങനെ കിടന്ന് സമരം ചെയ്യുമ്പോൾ അടുത്ത വട്ടത്തെ ഭരണം അത് ഞങ്ങളിലായിരിക്കും, ആ ഒരു ഉറപ്പ്, ആ ഒരു തീർച്ചയായും. വിശ്വാസം ഉണ്ടായിരുന്നു. ഭരണം BJP തന്നെ കിട്ടുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. ഉം. കാരണം ജനങ്ങൾ അത്രത്തോളം ഞങ്ങൾ പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങൾ, ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നു, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു. BJP ഭരണത്തിലെത്തും ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ ഈ പുറത്തു നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിന്റെ വരവ് ഇപ്പോൾ മറ്റ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ അതുണ്ടല്ലോ. കേരളം പലപ്പോഴും അതിന് പിന്നോട്ടാണെന്നുള്ള ഒരു ആക്ഷേപമുണ്ട്. ഇപ്പോൾ BJP സർക്കാരാണ് കേരളത്തിലേക്ക് വരുന്നതെങ്കിൽ അതിനൊക്കെ വലിയ മാറ്റം ഉണ്ടാവുമെന്ന് ഞങ്ങൾ തോന്നുന്നു. ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത നിമിഷം ആക്ട് ചെയ്ത് തുടങ്ങുകയാണ്. ഉം, ഉം, ഒരു നിമിഷം പോലും പാഴാക്കാതെ രാജ്യത്തിന് വേണ്ടി, നാടിന് വേണ്ടി കഠിനാധ്വാനം നടത്തും. അപ്പോൾ കിട്ടാവുന്ന നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കും. മോഡിജി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പോകുന്നു. ഉം. ഭാരതത്തിൽ എന്തൊക്കെയാണോ സ്വീകരിച്ചാൽ ഗുണം കിട്ടുന്നത് അദ്ദേഹം സ്വീകരിക്കുന്നു, അതൊക്കെ ചെയ്യുന്നു. അതിനെ ഞങ്ങൾ മാതൃകയാക്കും. അദ്ദേഹവുമായിട്ട് പേഴ്സണലി 3-4 മിനിറ്റ് സംസാരിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞത് കൂടുതൽ സംസാരിക്കുന്നത് എന്താണ് ആ സംഭാഷണത്തിന്റെ ഉള്ളടക്കം അദ്ദേഹം പറഞ്ഞു. ഞങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നതിൽ? നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നത് കിട്ടിയ ജനവിധി മാനിച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്യുക. ജനങ്ങൾ വരുമ്പോഴേക്കും പരമാവധി അവരുടെ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ അവർ നമ്മൾ അർപ്പിക്കുന്ന വിശ്വാസം കാത്തു സൂക്ഷിക്കുക. നമ്മൾ സ്വപ്നം കാണുന്ന വികസിത ഭാരതത്തിന് വേണ്ടി ഓരോ കാര്യങ്ങളും, കുറേ മൈന്യൂട്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു, അത് ആത്മാർത്ഥമായി പരിശ്രമിച്ച് വിജയിപ്പിക്കാൻ ശ്രമിക്കുക. കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികൾ പരമാവധി കോർപ്പറേഷനിലും ജനങ്ങളുടെ ഇടയിലും നടപ്പിലാക്കാൻ പരിശ്രമിക്കുക. ഇങ്ങനെയുള്ള ചില ഉപദേശങ്ങളായിരുന്നു അദ്ദേഹം തന്നത്. തീർച്ചയായും വലിയ പ്രതീക്ഷ, ഒരു മാറ്റത്തിന്റെ ഒരു തിളക്കം ആളുകളുടെ കണ്ണുകളിൽ കാണുന്നതെന്നൊക്കെയല്ലേ സാർ പറയുന്നത്. അത് സത്യമാണെങ്കിൽ തീർച്ചയായും 5 വർഷത്തിന് ശേഷവും ആളുകൾ VVRനെ തന്നെ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കട്ടെ. എൻ്റെ പാർട്ടി. അതെ അതെ അതെ. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. നന്ദി. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. എന്താ ചൂട്? അല്ല എന്തു ചൂട്? ഈ സമ്മർ കൂളാക്കൂ ഓക്സിജനോടൊപ്പം. ഏറ്റവും മികച്ച AC കളുടെ ഏറ്റവും നല്ല ഓഫേഴ്സിന് വിസിറ്റ് ചെയ്യൂ ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്.